ഹലോ ഗൈസ്, എല്ലാവരും സുഖമല്ലേ? അപ്പം വെൽക്കം ബാക്ക് ടു GS Reno ദ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ സുന്ദരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ജർമ്മനിയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ യാത്രകളൊക്കെയും ചെറുതായിട്ട് എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി GS Reno ദ ട്രാവൽ വ്ലോഗ് വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്ദരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ ഇവിടെ ഒരുപാട് ഉണ്ട്. പോകുന്നിടത്തൊക്കെയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ എടുത്തിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് സജസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബറൊന്നും ആയിട്ടില്ല. സോ നമുക്ക് സബ്സ്ക്രൈബർ നിറയുന്നതനുസരിച്ച് വീഡിയോയുടെ ക്വാളിറ്റികൾ കൂടിയിട്ടിരിക്കും, പുതിയ പുതിയ വീഡിയോകൾ വന്നിട്ടിരിക്കും. അതുപോലെ അടുത്ത വേറെ രാജ്യങ്ങളിലേക്കുള്ള ട്രാവലുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വ്യൂവേഴ്സ് അനുസരിച്ച് നമ്മുടെ വ്ലോഗിങ് വീഡിയോസുകളും കൂടിയിട്ടിരിക്കും. സോ അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ എൻ്റെ ലൊക്കേഷൻസ് നിയർ ബൈയിൽ തന്നെയുള്ളൊരു ഒന്നാം തരം ഫോറസ്റ്റാണ്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു നാച്ചുറലായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ, അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്, വൈബുള്ള ഒരു സ്ഥലമാണ്. ഈ കാണുന്നതൊക്കെയും റിയൽ നാച്ചുറലാണ്, സൂപ്പർ നാച്ചുറലാണ്. ഈ കാണുന്നത് ഇവിടെയൊന്നും ആരും അതിക്രമിച്ച് കയറി വെട്ടി വീട് വെക്കുകയോ അങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അത് ഇവിടുത്തെ പ്രകൃതി നാച്ചുറലിനെ അതേപോലെ നാച്ചുറലായിട്ട് തന്നെ നോക്കുന്ന ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ജർമ്മനി. റിയലി ബ്യൂട്ടിഫുൾ. ഈ കാണുന്നത് ഒരു വലിയൊരു ഫോറസ്റ്റിൻ്റെ നടുക്കിലൂടെ ഉള്ള റോഡാണ്, ഫോറസ്റ്റിൻ്റെ അകത്തുള്ള റോഡാണ്. പക്ഷേ ഇവിടെ വന്യമൃഗങ്ങളൊന്നുമില്ല, അനിമൽസിനെ ഒന്നും കണ്ടില്ല, കാണുമായിരിക്കും. സോ അതിനു വേണ്ടിയുള്ള സേഫ്റ്റി വേലികളും കാര്യങ്ങളൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അവിടെ ആൾക്കാർ ഒരുപാട് പേര് ഓടാനും നടക്കാനൊക്കെ വരുന്ന ഏരിയയാണ്. കാണുന്നതൊക്കെ ഹോഴ്സ് റൈഡിങ്. ഇവിടെ ഹോഴ്സസ് ഉള്ള ഏരിയയാണ്. ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയുള്ള സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെതറാണ്. സ്കൈയൊക്കെ അടിപൊളിയാണ്. പിന്നെ കാണുന്നതൊക്കെ മരങ്ങളിലൊക്കെ ഇല കൊഴിഞ്ഞു. ഇപ്പോൾ വിൻ്ററായിട്ട് ഓൾമോസ്റ്റ് ഇലകളൊന്നും ഇല്ലാത്ത മരങ്ങളാണ്. എങ്കിലും മരങ്ങളൊക്കെ അവിടെ തന്നെ മുറിഞ്ഞ് വീണ് അവിടെ തന്നെ കിടന്ന് അവിടെ തന്നെ അതിൻ്റെ വളമായിട്ടൊക്കെ അവിടെ തന്നെ ആരും എടുത്തൊന്നും പോകത്തില്ല. സോ എല്ലാം അങ്ങനെ ഒരു സുന്ദരമായിട്ട് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കാണണം. ഈ ഒറിജിനൽ കാട് എങ്ങനെ ഇരിക്കുമോ, ഈ റിയാലിറ്റി ഇങ്ങനെയാണ്, കാടിൻ്റെ റിയാലിറ്റി ഇങ്ങനെയാണ്. ദിസ് ഈസ് ഹൗ ദ ഫോറസ്റ്റ് ലുക്ക് ലൈക്ക്. ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ നടുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയൊക്കെ വെട്ടി റോഡൊക്കെ ആക്കി അവിടെ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലെ കൊമ്പുകളൊക്കെ ഇവിടുത്തെ ആൾക്കാർ വെട്ടി നേരെയാക്കി ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ നടക്കുന്ന സമയത്ത് കൊമ്പൊന്നും തലയിലൊന്നും വീഴത്തില്ല. കാണാനൊക്കെ അടിപൊളിയാണ്. പ്രകൃതി ഭംഗി, പ്രകൃതി രമണീയം എന്നൊക്കെ പറയാൻ പറ്റിയ വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ വീഡിയോകളുമായിട്ട് വീണ്ടും മനോഹരമായ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് and do follow my future videos. Thanks for watching.